കേൾക്കാൻ VC തയ്യാറാണില്ല. അവിടെ സെനറ്റിൽ സ്വാഭാവികമായിട്ടും അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? അത് കേൾക്കാൻ പോലും മനസ്സില്ലാതെ സെനറ്റ് യോഗം അവസാനിപ്പിച്ചു പോകേണ്ടത് എന്താണ്? വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവര് പറയുന്നത് കേൾക്കണ്ടേ? അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കണ്ടേ? അതിന് തയ്യാറാകുന്നില്ല. അജണ്ടകൾ പെട്ടെന്ന് പാസ്സാക്കി പെട്ടെന്ന് സെനറ്റ് അവസാനിപ്പിച്ച് പിരിയുന്നത്. അതിനുള്ള പ്രതിഷേധ വിദ്യാർത്ഥികൾ അവർ പറയുന്ന കാര്യങ്ങള് ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ ലോന്റെ അജണ്ടയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇന്നത്തെ ചർച്ച ഉണ്ടായിരുന്നത്. അജണ്ടയിൽ ഈ നിയമ പഠനവുമായി ബന്ധപ്പെട്ട റെഗുലേഷൻ ആണ്. അപ്പൊ നമ്മൾ അവിടെ അവതരിപ്പിച്ചത് നമ്മൾക്ക് മുകളിലൊരു ബോഡിയുണ്ട്, ബാർ കൌൺസിൽ പറയുന്നത്. ബാർ കൌൺസിൽ പറയുന്ന നിയമവുമായി ബൈൻഡ് ചെയ്തിട്ട് മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള റെഗുലേഷൻ നടത്താൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ അവിടെ ആവശ്യപ്പെട്ടത്. ബാർ കൌൺസിൽ കേവലം 70% അറ്റൻഡൻസ് പറയുകയും മാക്സിമം ഏജ് 21 പറയുകയും യൂണിവേഴ്സിറ്റി റെഗുലേഷൻ എന്ന് പറയുന്നത് 20 ഏജ് പൂർത്തിയവർക്ക് LLB പഠിക്കാൻ പാടില്ല. അങ്ങനെ ബാർ കൌൺസിൽ വേറെ, യൂണിവേഴ്സിറ്റിന്റെ നിയമങ്ങൾ വേറെ വേറെ പോകും. അത് ബാധിക്കുന്ന സ്റ്റുഡൻസിനെയാണ്. അതുകൊണ്ട് അത് പാസ്സാക്കരുത്, അത് ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ എല്ലാവരും കൂടി കൈയടിച്ചത് പാസ്സാക്കാന്ന് പറയാണ്. നമ്മളിവിടെ എന്തിനാ ഇരിക്കുന്നത്? നമ്മൾ സ്റ്റുഡൻസ് എന്തിനാണ് 10 സ്റ്റുഡൻസ് വരുമ്പോൾ സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സ്റ്റുഡൻസിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കൈയടിച്ച് പാസ്സാക്കി പോവുക. മുമ്പ് LLM 1 year ആക്കിയതിന്റെ പേരിൽ ബാർ കൌൺസിൽ ഇന്നും അംഗീകാരം കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന LLM കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് കൈയടിച്ച് പാസ്സാക്കി അവർ വിടാന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ കയറി വരുമ്പോൾ കണ്ടതാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ആണോ പാർട്ടി ഓഫീസാണോ നമുക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു സെനറ്റ് മെമ്പർ ആയിരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ SFIയുടെ ഔദാര്യത്തിൽ നിങ്ങൾ കയറിക്കോന്നിട്ട് നമ്മളെ കയറ്റാണ്. അങ്ങനെ പല വിധങ്ങളായ വിഷയങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മള് പ്രതിഷേധത്തിന് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ഇത് പാസ്സാക്കരുത്, ഇതൊന്നുകൂടെ ചർച്ച ചെയ്യണം, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാരും കൈയടിച്ച് പാസ്സാക്കാം. നമ്മളെ വോയിസിന് അവിടെ ഒരു പരിഗണനയും നൽകാണ്ട് പെട്ടെന്ന് അങ്ങ് പാസ്സാക്കാം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അത് പാസ്സാക്കരുത് തൊട്ട് നമ്മൾ പ്രതിഷേധിക്കും. അത് മാത്രമല്ല നടന്നത്. അപ്പൊ VC പെട്ടെന്ന് ഇറങ്ങിപ്പോവാം. 6 മാസമായിട്ട് സെനറ്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നടന്ന 2 സെനറ്റ് യോഗങ്ങളും സ്പെഷ്യൽ യോഗങ്ങളാണ്. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുണ്ട്. ഇവിടെ 95 കോടി രൂപ സർക്കാരിന് ലഭിക്കേണ്ട വിഷയമുണ്ട്. 150 കോടി രൂപ സർക്കാർ നൽകിയ വിഷയമുണ്ട്. ഇവിടെ മരങ്ങൾ മുറിച്ച വിഷയങ്ങളുണ്ട്. അതൊന്നും നോക്കാതെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഫെലോഷിപ്പുകൾ നൽകാത്ത വിഷയമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് നൽകാൻ പണമില്ല എന്നാണ് ഞങ്ങൾക്ക് രേഖാമൂലം നൽകിയ പരാതി. ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പെഷ്യൽ മീറ്റിംഗിന്റെ സാങ്കേതികത പറഞ്ഞുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് VC ഇറങ്ങി പോവുകയാണ്. VC ഇറങ്ങി പോകാൻ പാടില്ലെന്നും ഞങ്ങൾ വിഷയങ്ങൾ കേൾക്കണമെന്ന് MSFന്റെ സെനറ്റ് മെമ്പർമാർ പറയുകയും ഞങ്ങളെ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വനിതാ സെനറ്റ് മെമ്പർ ആയിട്ടുള്ള റുമൈസ റബി അടക്കമുള്ള ആളുകളെ എന്നെയും പ്രയാസാദികളും നടത്തുന്ന ആളുകൾ